മറ്റു വാർത്തകൾ കൂടി നോക്കാം. തൃശൂരിലെ വടക്കേക്കാട് ജ്വല്ലറിയിലെ കവർച്ചാശ്രമം നടത്തിയ മോഷ്ടാക്കൾ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് പ്രതികൾ അകത്തു കയറിയെങ്കിലും അലാം മുഴങ്ങിയതോടെ സ്ഥലത്തു നിന്നും കടക്കുകയായിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഇവർ നേരത്തെയും ഇത്തരം മോഷണ കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ളവരാണോ? ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണോ? തീർച്ചയായും ഒട്ടനവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സുഹൈൽ എന്ന് സുഹൈൽ, ഓട്ടോ സുഹൈൽ എന്നാണ് സുഹൈലിനെ വിളിപ്പേരായുള്ളത്. പാലപ്പെട്ടി സ്വദേശിയായ നൌഷാദിനെയും ഈ സുഹൈലിനോടൊപ്പം പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് നായരങ്ങാടിയിലെ ജ്വല്ലറിയിൽ ഇത്തരത്തിൽ മോഷണം നടന്നത്. പാലത്തിങ്കൽ ജ്വല്ലറിയുടെ പുറകുവശത്തെ ചുമര് തുരന്നതിന് ശേഷം മോഷ്ടാക്കൾ അകത്തേക്ക് കടന്നു. ഈ സമയത്ത് സെക്യൂരിറ്റി അലാം മുഴങ്ങിയതോടുകൂടിയാണ് മോഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത്. ഈ സിറ്റി പോലീസ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സാഗോപ് ടീമും വടക്കേക്കാട് പോലീസും ചേർന്നാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയിരുന്നത്. ജ്വല്ലറി തുരക്കാനും മറ്റും കൊണ്ടുവന്ന ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഇത്തരത്തിൽ ഈ പ്രതികളിലേക്ക് പോലീസിന് എത്താനായി കഴിഞ്ഞത്. സെക്യൂരിറ്റി അലാറം മുഴങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജ്വല്ലറിയിൽ വലിയ ഒരു കവർച്ച നടന്നിരുന്നതിനെ. പദ്ധതി തന്നെ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ അലാം മുഴങ്ങിയതോടുകൂടിയാണ്. ഈ ജ്വല്ലറിയുടെ മറ്റ് പൂട്ടുകളും അതുപോലെ തന്നെ ഈ ലോക്കറും തുരക്കുന്നതിന് വേണ്ടിയുള്ള കട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായാണ് ഇവർ എത്തിയിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കുപ്രസിദ്ധി ആർജിച്ച ഇത്തരത്തിലുള്ള കളവുകളിൽ കുപ്രസിദ്ധി ആർജിച്ച ഓട്ടോ സുഹൈൽ പിടിയിലായിരിക്കുകയാണ്. 50-ലധികം മോഷണ കേസുകൾ പ്രതിയാണ് ഇയാൾ. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് 500 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് സുഹൈൽ. അത്തരത്തിൽ വലിയ കേസുകൾ ഉൾപ്പെടെ വലിയ മോഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ശരി.